സാധാരണ ഒരു ലോൺ എടുത്താൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് ഇതിൻ്റെ EMI എങ്ങനെ അടച്ചു തീരും എന്നുള്ളതാണ്. ലോൺ അടയ്ക്കുന്നതിന് വേണ്ടി പല സാമ്പത്തിക കാര്യങ്ങളും വെട്ടിച്ചുരുക്കേണ്ടി വരും. എന്നാൽ ലോൺ എടുക്കുന്നതിൻ്റെ പ്രീമിയം അല്ലെങ്കിൽ EMI KCB, ഗ്യാസ് കമ്പനി, ഓയിൽ കമ്പനി എന്നിവ അടച്ചുകൊള്ളും. അതായത് നിങ്ങൾ അവർക്ക് മാസം കൊടുക്കുന്ന തുക EMI അടച്ചാൽ മതി എന്നർത്ഥം. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ₹1 പോലും EMI അടയ്ക്കേണ്ടതില്ല. ശരി, ആദ്യം എത്ര രൂപ ലോൺ എടുക്കേണ്ടി വരും എന്ന് നോക്കാം. 3 കിലോവാട്ട് ഓൺ ഗ്രിഡ് സോളാർ, ഇതിന് സബ്സിഡി കഴിഞ്ഞ് ശരാശരി 1,20,000 രൂപ, ഇലക്ട്രിക് സ്കൂട്ടർ 1,25,000 രൂപ, ഇൻഡക്ഷൻ കുക്കർ 5,000 രൂപ, ഇങ്ങനെ മൊത്തം 2.5 ലക്ഷം രൂപയുടെ ലോൺ ആവശ്യമാണ്. കറണ്ട്, പെട്രോൾ, ഗ്യാസ് ചാർജിൽ നിന്നും എത്ര രൂപ ലാഭം കിട്ടും? ഇതറിയുന്നതിന് 3 കിലോവാട്ട് ഓൺ ഗ്രിഡ് സോളാറിൽ നിന്നും ഒരു മാസം എത്ര യൂണിറ്റ് വൈദ്യുതി ലഭിക്കുമെന്ന് അറിയേണ്ടതുണ്ട്. സോളാറിൽ നിന്നും ഒരു മാസം 360 യൂണിറ്റ് വൈദ്യുതി ലഭിക്കുന്നു. ഇതിൽ 45 യൂണിറ്റ് ടൂ വീലറിനും 90 യൂണിറ്റ് ഗ്യാസിനും 225 യൂണിറ്റ് ഇലക്ട്രിസിറ്റിക്കും വേണ്ടി ഉപയോഗിക്കുന്നു. ഇങ്ങനെ മൊത്തം 360 യൂണിറ്റ് ഉപയോഗിക്കുന്നു. ടൂ വീലറിൽ നിന്ന് ഒരു മാസം എത്ര രൂപ ലാഭിക്കാം? ഒരു യൂണിറ്റ് വൈദ്യുതി കൊണ്ട് ശരാശരി 35 കിലോമീറ്റർ യാത്ര ചെയ്യാം. അതായത് ഒരു ദിവസം 1.5 യൂണിറ്റ് വൈദ്യുതി കൊണ്ട് 50 കിലോമീറ്റർ യാത്ര ചെയ്യാം എന്നർത്ഥം. ഒരു മാസത്തേക്ക് 45 യൂണിറ്റ് വൈദ്യുതി കൊണ്ട് 1500 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ 1 കിലോമീറ്ററിന് 2 രൂപ പെട്രോൾ എക്സ്പെൻസ് എന്ന കണക്കിൽ ഒരു മാസം 3000 രൂപ ലാഭിക്കുന്നു. ഗ്യാസ് ഇനത്തിൽ എത്ര രൂപ ലാഭിക്കുന്നു? 1 കിലോ ഗ്യാസ് എന്നത് 6 യൂണിറ്റ് ഇൻഡക്ഷൻ കുക്കർ വൈദ്യുതിക്ക് തുല്യമാണ്. അതിനാൽ 90 യൂണിറ്റ് വൈദ്യുതി എന്നത് 15 കിലോ ഗ്യാസിന് തുല്യമാണ്. ഒരു മാസം 90 യൂണിറ്റ് വൈദ്യുതിയിൽ നിന്നും 1000 രൂപയുടെ ഗ്യാസ് നമുക്ക് ലാഭിക്കാൻ കഴിയുന്നു. ഇനി കറണ്ട് ചാർജ് ഇനത്തിൽ എത്ര രൂപ ലാഭിക്കാം? ഒരു മാസം 225 യൂണിറ്റ് വൈദ്യുതി എന്ന് പറയുന്നത് 7 രൂപ നിരക്കിൽ 1500 രൂപ ലാഭിക്കുന്നു. അതായത് 2 മാസം കറണ്ട് ബില്ലിൽ 3000 രൂപ ലാഭിക്കുന്നത് ഒരു മാസം നമുക്ക് 1500 രൂപ ലാഭിക്കാൻ കഴിയുന്നു. ഒരു മാസം എത്ര രൂപ വീട്ടു ചിലവ് കുറയ്ക്കാൻ കഴിയും? ടൂ വീലറിൽ നിന്ന് ഒരു മാസം 3000 രൂപ, ഗ്യാസ് ഇനത്തിൽ 1000 രൂപ, കറണ്ട് ചാർജ് ഇനത്തിൽ ഒരു മാസം 1500 രൂപ, അങ്ങനെ മൊത്തം 5500 രൂപ ലാഭിക്കാൻ കഴിയുന്നു. 2 ലക്ഷം രൂപ ലോൺ എടുക്കുന്നതിന് ഒരു മാസം EMI എത്ര രൂപ വേണ്ടിവരും? 5 വർഷത്തേക്ക് 2 ലക്ഷം രൂപയ്ക്ക് 83,666 രൂപ പലിശ വരുന്നു. അതായത് മൊത്തം 3,33,666 രൂപ അടയ്ക്കേണ്ടി വരുന്നു. അതിന് വരുന്ന EMI എന്ന് പറയുന്നത് ഒരു മാസം 5,561 രൂപ അടയ്ക്കേണ്ടി വരുന്നു. ഒരു മാസം ഗ്യാസ്, പെട്രോൾ, വൈദ്യുതി എന്നിവയിൽ നിന്ന് ലാഭിച്ചത് 5,500 രൂപ. അതായത് ലാഭിച്ച പണം മാത്രം EMI കൊടുത്താൽ മതി എന്നർത്ഥം. അതായത് സ്വന്തം പോക്കറ്റിൽ നിന്ന് 1 രൂപ പോലും കൊടുക്കേണ്ടി വരുന്നില്ല എന്നർത്ഥം. ഈ കണക്കിൽ നിന്ന് എന്താണ് പഠിക്കാൻ കഴിയുന്നത്? ഒരു മാസം 360 യൂണിറ്റ് വൈദ്യുതിയിൽ നിന്നും ഗ്യാസ്, പെട്രോൾ, കറണ്ട് ചാർജ് എന്നീ ഇനത്തിൽ 5,500 രൂപ ലാഭിക്കാൻ കഴിയും എന്നാണ് അർത്ഥം. ഈ തുകയാണ് ലോണിൻ്റെ EMI അടയ്ക്കുന്നത്. ഇത് കേട്ടിട്ട് വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നു. ആദ്യമായി ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇങ്ങനെ ഒരു കാര്യം മറ്റാരും പറയാത്തതിൻ്റെ കാരണം ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, സോളാർ, വെഹിക്കിൾ, ഗ്യാസ് എന്നീ മേഖലകളെക്കുറിച്ച് അറിവുള്ള ഒരു മൾട്ടിപ്പിൾ ടെക്നോളജിസ്റ്റിന് മാത്രമേ ഇങ്ങനെയുള്ളൊരു കാര്യം പറയാൻ കഴിയുള്ളൂ. സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ ഇങ്ങനെയുള്ള വിദഗ്ധരായ മൾട്ടിപ്പിൾ ടെക്നോളജിസ്റ്റുകളുണ്ട്. ഇവിടെ KCB, ഗ്യാസ് കമ്പനി, പെട്രോൾ കമ്പനി ലോൺ അടയ്ക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ ഓരോ മാസവും നമ്മൾ നിശ്ചിത രൂപ ഈ കമ്പനികൾക്ക് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ പണം അവർക്ക് അർഹതപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ടതാണ്. ഈ കമ്പനികൾക്ക് കിട്ടേണ്ട പണം EMI അടയ്ക്കുന്നത് കൊണ്ടാണ് ആലങ്കാരി അർത്ഥത്തിൽ അവർ അടയ്ക്കുന്നു എന്ന് പറയുന്നത്. ഇത് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. കാരണം എങ്ങനെ കണക്ക് പറഞ്ഞാലും സാധാരണഗതിയിൽ ഈ കണക്കുകൾ ആൾക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും മുടക്കാതെ ഇവ 3ഉം വാങ്ങാൻ കഴിയും. തുടർന്ന് 20 വർഷത്തോളം സൗജന്യമായി ഉപയോഗിക്കാൻ കഴിയും. അതായത് ഒരു പണവും മുടക്കാതെ 8 ലക്ഷം രൂപയോളം നിങ്ങളുടെ ആസ്തിയിലേക്ക് വരുന്നു എന്നർത്ഥം. ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സോളാർ പരിശീലനം കൊടുക്കുന്നു, കൺസൾട്ടൻസി കൊടുക്കുന്നു. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.